ഈ സാധനം നമ്മുടെ വീട്ടിലോട്ട് വരും. ഈ സാധനത്തിനകത്ത് ഞാൻ ചെയ്ത കാര്യം ഇതാണ്. ഇതിനകത്ത് നമ്മുടെ കുറച്ച് സലൈവ ഉമിനീര് വേണം. ഇതേപോലെ പാക്ക് ചെയ്യുക. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മളെ അവർ വിളിക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ റിപ്പോർട്ട് റെഡിയാണ്, നമുക്കൊരു കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ റിപ്പോർട്ട് തരുന്നു, കൗൺസിൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റെക്കമെൻഡേഷൻസ് പറയുന്നു. ഈ റെക്കമെൻഡേഷൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നോ അല്ല റെക്കമെൻഡേഷൻസിൽ. അതായത് സ്മോക്കിംഗ് എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. ആ സ്മോക്കിങ്ങിൽ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ സ്മോക്കിങ്ങിനോട് ഭയങ്കര ക്രേവിങ് വരാൻ, അഡിക്റ്റ് ആവുന്ന സാധ്യതയുണ്ടെന്നാണ്. ഞാൻ സ്മോക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇമാജിൻ 2 വയസ്സുള്ള ഒരു കുട്ടിയിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അതറിയാം. അല്ലെങ്കിൽ ആ കുട്ടീനെ ഫീഡ് ചെയ്യുന്ന അമ്മയ്ക്ക് അറിയാം ചോറും തൈരും അല്ല അതിന് കുഴച്ച് കൊടുക്കേണ്ടത്, ചോറും ബട്ടർ മിൽക്ക് വേണം, അല്ലെങ്കിൽ അതിന് മഞ്ഞൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ നല്ലത്. അങ്ങനെ കൃത്യമായിട്ട് അറിയുമെങ്കിലും ഈ റിപ്പോർട്ടിൽ എൻ്റെ ബോഡിയിലുള്ള പല സംഭവങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഐ എം ഫീലിംഗ് ലൈക്ക് എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് ഞാൻ വന്നതുപോലെ.